ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പടം കണ്ട് മനസ്സിലായില്ലോ. അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. പക്ഷെ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ്. അങ്ങനെ ഞാൻ കണ്ടില്ല. അങ്ങനെ കിളി പോയൊരു കുഴപ്പമില്ല, കുറച്ച് ഡ്രീമി ആയിട്ടുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയാ ഒരു കുറച്ച് ലോസ്റ്റാവും. പക്ഷെ നല്ലൊരു ഡ്രീമി ബോയ് ആണ് ബോണി. അങ്ങനെ കിളി പോയി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല എനിക്ക്. അതല്ലാതെ മറ്റൊരു കേസ് ആണെങ്കിൽ അത് കുറച്ചുകൂടി കുട്ടികൾക്ക് കുറച്ചുകൂടി കണക്ട് ആവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം തന്നെ എടുക്കാൻ കാരണം? ഇതിന് ഒരു ഇപ്പം നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു മറ്റൊരു കേസാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സോഷ്യൽ റിലവൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു സബ് ടെസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ആ സബ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മാത്രമേ ഒരു വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പടമാണ്. ഒരു 13+ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പടം. അല്ലാതെ ഇതൊരു നമ്മളൊരു പൂർണ്ണമായ കുട്ടികളുടെ ചിത്രത്തിന് അവകാശവാദമില്ല. അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും പറയുന്നതും സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം ഇതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു എലമെന്റ് വെച്ചൊരു കേസിലകത്ത് പോയി എന്ന് വേണം. പക്ഷേ അതിൻ്റെ മറ്റുള്ള സപ്പോർട്ടുകൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വരൂ. നമ്മളിതിനെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിനെ ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയയാണെന്നൊരു ധാരണ പൊതുധാരണയുണ്ട്. അതല്ല, അഡൾട്ടായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു. അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം. അല്ലാതെ നമ്മളൊരു പൂർണ്ണമായ ഒരു ഫാന്റസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും. അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ. അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കണ്ടന്റിലേക്ക് പോയത്. ഇതിനു മുമ്പ് ഈച്ച എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ ഈച്ചയും ഹ്യൂമൻ ബീനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത്. അപ്പം ഇതിലേക്ക് വന്നപ്പം ഈ ഹൗസ് ഫ്ലൈ തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ, അത് വേറെ ഇൻസെക്റ്റിനെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഹൗസ് ഫ്ലൈ തന്നെ വീണ്ടും കൊണ്ടുവരാമെന്ന് ആ ഒരു തീരുമാനം എന്തുകൊണ്ടാണ്? ആക്ച്വലി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഐഡിയ, ഒരു ഷോർട്ട് ഫിലിം ഐഡിയ. അപ്പോൾ ആ ഐഡിയയിൽ, ആ കഥയിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അപ്പം പുള്ളി ഐഡിയ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഹൗസ് ഫ്ലൈ ആയിരുന്നു. പിന്നെ നമ്മളതിനെ മാറ്റേണ്ട ആവശ്യം പറ്റുക. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഈച്ച. ഒരുപക്ഷെ ഈച്ച മനുഷ്യനെ പോലെ തന്നെയാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും, മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ ഈച്ച ഉറങ്ങും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജനറ്റിക് ക്ലോക്ക് ആകുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമുക്കെപ്പോഴും കാണാവുന്ന, വിസിബിളായിട്ട് കാണാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഇൻസെക്റ്റിനെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഈച്ചയിലേക്ക് ലാൻഡ് ചെയ്ത് കൊടുക്കും. സൗഹൃദമാണ്. ഒരു പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. കാരണം ആ ഒരു തരത്തിലേക്കല്ല അത് എൻ്റെ റിലേഷൻ. നമുക്ക് അങ്ങനെ തോന്നും. അതായത് കുറച്ചും കൂടെ ഡെപ്ത് ഫീൽ പോലെ തോന്നും. അത് ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് അങ്ങനെയാണ്. ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും ബേസിക്കലി അങ്ങനെ തന്നെയുള്ള ആളുകളാണ്. അവർ വേണ്ട ഒരു പ്രണയമല്ല. നമുക്ക് തോന്നാം അങ്ങനെ ഒരു ലെയർ ഇല്ലെന്ന് തോന്നാം. പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയറിൽ തന്നെയാണ് നിൽക്കുന്നുള്ളൂ. ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരാളുടെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ ബോണിയിൽ കാണുന്നത്. അതുപോലെ തന്നെ തിരിച്ചുണ്ടാവും.